ഹബീബി ഈദ് മുബാറക്. അങ്ങനെ ഞങ്ങൾ പെരുന്നാൾ സ്കരത്തിനായിട്ട് നല്ലൊരു കിടിലും പള്ളിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പുലർച്ചെ 3 മണിക്ക് തന്നെ ഇങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മീൻ്റെ ഒരു അഭിപ്രായം നല്ലൊരു വ്ളോഗ് എടുക്കാം. പിന്നെ ഒന്നും നോക്കില്ലാണ്ട് എടുത്ത് അങ്ങനെ പള്ളിയിൽ എത്തിക്കാണ്ട് ഞങ്ങൾ ഉദ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഭയങ്കര തിരക്ക്. അങ്ങനെ ഞാൻ ഉദൊക്കെ എടുത്ത് റെഡി ഇങ്ങനെ കേട്ടോ. അത് കണ്ടാൽ പിന്നെ നമുക്ക് ഫോട്ടോ വീഡിയോ എന്തെങ്കിലും എടുക്കണമല്ലോ. കുറച്ച് വെള്ളം കുടിക്കാച്ചിട്ട് വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ പള്ളീൻ്റെ അകത്തേക്ക് ഇങ്ങനെ നടന്ന് പോകട്ടോ. ഉദ എടുത്തിട്ട് പള്ളീൻ്റെ അകത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് നടക്കാണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് ഇങ്ങനെ പള്ളീൻ്റെ അകത്ത് ഇങ്ങനെ കയറിയിട്ട് പള്ളീൻ്റെ ഉൾഭാഗം കണ്ടപ്പോൾ സത്യം പറയാലോ ഞാനൊന്ന് ഇങ്ങനെ കുറച്ച് നേരം നോക്കി നോക്കും. അതിൻ്റെ അകത്ത് കയറിയപ്പോൾ എല്ലാവരും തെക്കുറല്ലാണ്. പിന്നെ ഞാനൊന്നും നോക്കില്ല, ഇവിടെ ചെല്ലാൻ തുടങ്ങി. ഫ്രണ്ടിൽ ഇത് നോക്കുമ്പോൾ സംസീർ മൊബൈൽ എടുത്തിട്ട് വീഡിയോ ഇങ്ങനെ എടുക്കണം. കയറി ഇങ്ങനെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ കത്തീവ് മുമ്പർമ കയറിയിട്ട് ഇങ്ങനെ കുത്തുപോകുന്നു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കുത്തുപോയി കേട്ടിരുന്നു. ഇറങ്ങാൻ നോക്കുമ്പോൾ മെയിൻ ഡോറിൻ്റെ അവിടെ ഭയങ്കര തിക്കും തിരക്കും. നോക്കുമ്പോൾ എന്താ വിശന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പാച്ചിലെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങിയപ്പോൾ സംഗതി മനസ്സിലായത് ഫോട്ടോ എടുക്കാനുള്ള തിടുക്കായിരുന്നു എന്നുള്ളത്. പിന്നെ ഒന്നും നോക്കില്ല, ഞാനെടുത്ത് 2-3 ഫോട്ടോസ്. പിന്നെ വിശപ്പിനസുകളുടെ കറക്റ്റ് ടൈമിന് ഫുഡ് കിട്ടണമല്ലോ. ദോശ കഴിക്കാൻ വേണ്ടി ദോശ ഹൗസിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്ക്. അങ്ങനെ സംസീറിന് തീറ്റിട്ട് എനിക്ക് തീറ്റിട്ടില്ല. ഇയാളാണെങ്കിലാണ് എണീക്കണമില്ല. ദോശ വന്നപ്പോഴാണെങ്കിൽ വീഡിയോൻ്റെ കാര്യം തന്നെ ഞാൻ മാറുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സംസീറും എപ്പോഴും നോക്കിയിരുന്നിട്ട് ഭയങ്കര വിട്ടിട്ടാണ്. പക്ഷേ ദോശ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ സംശയൻ്റെ മുഖഭാഗത്ത് നിന്ന് എനിക്ക് സംഗതി മനസ്സിലായി, എനിക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നില്ല. അവിടെ ഞങ്ങൾ നേരെ ബോസിൻ്റെ വീട്ടിൽ പോയിട്ട് ചൂട്ടിൽ പായസമൊക്കെ കുടിച്ചിട്ട് TV ഒക്കെ കണ്ടിരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് നേരെ റൂമ്പ് കണ്ടുപോകും.